ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്പെഷ്യലായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസായിട്ടുള്ള സവാളയാണ്. അത്യാവശ്യം കനം കുറഞ്ഞ് വരുന്ന രീതിയിൽ ഇത് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വറ്റൽമുളക് ചതച്ചിട്ടുള്ളതാണ്. 1 ടീസ്പൂൺ തുടങ്ങി 2 ടീസ്പൂൺ വരെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് പിന്നീട് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ടേക്ക് 1 മുട്ടയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു 3-4 സവാള വെച്ച് ചെയ്യുന്നുണ്ടെങ്കിലും 1 മുട്ട ധാരാളമാണ്. അതിൽ കൂടുതൽ അളവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം 2 മുട്ട നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ 1 മുട്ട ഞാൻ ഇതിനകത്തോട്ടേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്കുള്ള മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കൻ മസാല പൗഡർ 1/2 ടീസ്പൂണാണ്. 1/2 ടീസ്പൂൺ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഗരം മസാല പൗഡർ 1/4 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചിട്ടുള്ളതാണ്. വെളുത്തുള്ളി വേണ്ട, ഇഞ്ചി മാത്രം ചതച്ചെടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ. പച്ചമുളക് 2 എണ്ണം. ഇപ്പോൾ നമ്മൾ മുളക് പൊടിയും വറ്റൽമുളക് ചതച്ചതും പച്ചമുളകൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് എരിവ് എപ്പോഴും നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് മല്ലിയില അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുന്നില്ല, മല്ലിയില മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ സവാള നല്ലതുപോലെ തിരുമ്മിയെടുക്കാറുണ്ടല്ലോ. ഇതിപ്പോൾ മുട്ട കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുക. അപ്പോൾ സവാളയിൽ നിന്നുള്ള ആ ഒരു വെള്ളം ഇറങ്ങി മുട്ടയിൽ നിന്നുള്ള അതൊക്കെ കൂടിയിട്ട് കുറച്ചൊന്നൊരു കുഴഞ്ഞ പാകത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് കടലപ്പൊടി ആദ്യം ഞാൻ 1/4 കപ്പാണ് ഉപയോഗിക്കുന്നത്. അത് നോക്കി ചേർക്കുക. കറക്റ്റ് അളവ് പറയുന്നില്ല, കാരണം നമ്മളൊന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. 1/4 കപ്പ് ആദ്യം ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നതിന് 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ ഞാൻ വറുത്ത അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പത്തിരിപ്പൊടിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പൊടികൾ ചേർത്തതിന് ശേഷം എരിവൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പൊടി പിന്നീട് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതായത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. അപ്പോൾ ഇത് കുറച്ച് കുഴഞ്ഞ പാകത്തിലാണുള്ളത്. അപ്പോൾ ഞാൻ 1/4 കപ്പ് കൂടി കടലപ്പൊടി ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി പിന്നെ ചേർത്തിട്ടില്ല. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, കുറച്ചുകൂടി എരിവ് ആയിക്കോട്ടെ എന്ന് കരുതി 1/4 ടീസ്പൂൺ കൂടി മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. ടോട്ടൽ നമ്മൾ 1/2 കപ്പ് കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും മുളക് പൊടി മാത്രം നമ്മൾ എക്സ്ട്രാ 1/2 ടീസ്പൂണോളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ റോൾ ചെയ്തെടുക്കാം. ഇത് നേരത്തെ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ഉള്ളിവടക്കൊക്കെ അപ്പം നുള്ളിയിട്ട് കൊടുക്കാറുണ്ടല്ലോ, അതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല വലിയ കടായിയൊക്കെ ആണെങ്കിൽ 5-6 എണ്ണമൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് കളറ് മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ റെഡിയാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകുക. നമ്മൾ സാധാരണ ഉള്ളിവട കഴിക്കുന്നതിൽ നിന്നും തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ തന്നെയാണ്. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ കുറഞ്ഞ ചേരുവകളെ നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചിക്കൻ മസാല പൗഡറിന് പകരം മീറ്റ് മസാല പൗഡറൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.